Hello guys, welcome back to a new video of Obsidian Fury Tech Editing Tutorials. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് സൈബർ ഹണ്ടർ എന്ന ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന്. നിങ്ങൾ ചിലർക്ക് പോലും ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ് ഇങ്ങനത്തെ ഗെയിമിനെ പറ്റി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഗെയിമാണ്, കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക്, നല്ല അടിപൊളി ഗെയിമാണ്. പക്ഷേ ഇതിനെപ്പറ്റി അധികം ആൾക്കാർക്കൊന്നും അറിയാൻ പാടില്ല. കാരണം വെച്ചാൽ ഇത് പബ്ജി ഫ്രീ ഫയർ ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഗെയിം ഇറങ്ങിച്ചത്. കോൾ ഓഫ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് ഗെയിം ഇറങ്ങിയത്. അതുകൊണ്ട് ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. എല്ലാവരും ആ ഗെയിംസ് മാത്രമേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ, മെയിൻ ഗെയിമിംഗ് ചാനലിനകത്ത് ഞാൻ എൻ്റെ ഈ 4 ഗെയിംസിനെ പറ്റിയുള്ള കമ്പാരിസൺ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പാർട്ട് 1 ഓൾറെഡി റെഡിയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ചിലപ്പോൾ 1-2 ആഴ്ചക്കകം പാർട്ട് 2 കൂടി ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, സൈബർ ഹണ്ടർ നിങ്ങൾക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സൈബർ ഹണ്ടർ ഡൗൺലോഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ ലിങ്ക് ജസ്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഏത് ബ്രൗസർ നിങ്ങൾക്ക് എടുക്കാമെന്നാണ്. ഞാൻ ക്രോം ബ്രൗസറാണ് ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്യണത്. നിലവിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്ത് ഞാൻ ഈ ഫയൽ ജസ്റ്റ് ഒന്ന് അടിക്കണം, ഈ ലിങ്ക് അടിക്കണം. ലിങ്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൗഡ് പോലത്തെ നടക്കുമെന്ന് അത് ജസ്റ്റ് ഒന്ന് ഓടാൻ കൊടുക്കുക. ലോഡിങ് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈബർ ഹണ്ടർ വേർഷൻ 0.100.415 കംപ്രസ് പാർട്ട് ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് 1.99 GB കാണിക്കാൻ ഡൗൺലോഡ് ജസ്റ്റ് ഓപ്പൺ ഇൻ ബ്രൗസർ എന്നൊക്കെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫയൽസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് മൊത്തമായിട്ട് 9 ഫയലുകളായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ 9 ഫയലുകളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് 3 ഡോട്ട്സ് നോക്കിയിട്ട് ഡൗൺലോഡ് നിൽക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങനെ ഡൗൺലോഡ് നിൽക്കുക. പക്ഷെ ഞാൻ ഇതിന് ഡൗൺലോഡ് ചെയ്യേണ്ട കാരണം എനിക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കുറേ നെറ്റ് നഷ്ടമായിക്കുക. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകരം വേറൊരു ഫയലിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി. അത് കുറഞ്ഞ MB ചെയ്യണത്. ഈ ഫയൽ ജസ്റ്റ് ഇപ്പോൾ ഈ 1.1 MB ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് ഡൗൺലോഡ്. ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ റെഡ് കളറിൻ്റെ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ലൈൻ മൊത്തം അറ്റത്ത് വരെ എത്തണ വരെ വെയിറ്റ് ചെയ്യുക. അറ്റത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയിൽ ഓപ്പൺ ഫയലിനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭംഗി ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ഫയൽ എന്നൊരു ഓപ്ഷനെ കാണാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ഫയൽസ് ഹാങ്ങോട് പോയിട്ട് ഡോണ്ട് വറി, ഇത് സേഫ് ആയിട്ടുള്ള ഫയൽ ഞാൻ തന്നെ ഉപയോഗിക്കാറുള്ള ഫയലാണത്. അവിടെ ഓപ്പൺ നിൽക്കുക. നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യും, അത് നിൽക്കരുത്. പിന്നെ എന്താ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഓരോന്നായിട്ട് എല്ലാ ഫയൽസും നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിന് ശേഷം ബാക്കിയുള്ളത് കാണാം. എല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരെണ്ണം പോലും മിസ്സാവരുത്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആർക്കൈവർ എന്നൊരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും. നിങ്ങൾക്ക് ആ പ്ലേ സ്റ്റോർ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന്. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക അവിടെ അങ്ങോട്ട് പോവുക. ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവെക്കുക, ഈ 1 to 9 വരെയുള്ള ഫയൽസ് എല്ലാം ഉണ്ടാക്കണം, എല്ലാം ഡൗൺലോഡ് ചെയ്യണം. ഒരെണ്ണം പോലും മിസ്സാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതും കൂടി ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ സെപ്പറേറ്റ് ആയി കിടക്കുന്നതാണ്. ബാക്കി എല്ലാ വൈറ്റ് കളറിലാണ്. ഇത് മെയിൻ ആയിട്ടത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും ഡൗൺലോഡ് ഫോൾഡർ പല ടൈപ്പ് സാധനങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ത്രീ ഡോട്ട് മൾട്ടി സെലക്ട് ആക്കി ഈ സ്വിച്ച് നിൽക്കിയിട്ട് സെലക്ട് ഓൾ നിൽക്കുക. അതിനുശേഷം ബാക്കിയുള്ള ജസ്റ്റ് ഇങ്ങനെ
നെക്കി അൺസെലക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ചെയ്യാം. അതിനുശേഷം താഴെ ടിക്ക് കൊടുക്കുക. ഈ ഫയൽസ് മാത്രം സെലക്ട് ചെയ്യാം, മറ്റ് ഫയലുകളൊന്നും ചെയ്യരുത്. അതിനുശേഷം ഈ സ്വിച്ച് ജസ്റ്റ് നെക്കി കട്ട് അല്ലെങ്കിൽ കോപ്പി എന്താണെന്ന് ചെയ്യുക. ഞാൻ ഇവിടെ കട്ട് നെക്കുകയാണ്. അതിനുശേഷം പൊക്കത്തുള്ള ഈ സൈറ്റ് സെക്ഷൻ ഉണ്ടാവും, സെക്ഷൻ നെക്കണം. ഡിവൈസ് മെമ്മറിയിലോട്ട് പോവുക. നിങ്ങൾക്ക് FDയിലും കൂടി ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് ഞാൻ ഒരു പുതിയൊരു ഫയൽ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ഫോൾഡറാണത്. ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അവിടെ പുതിയ ഫോൾഡർ വെച്ച് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നേരെ ഫോൾഡറിലോട്ട് വന്നിട്ട് അതിനുശേഷം ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തേണ്ടത്, ഈ ഫയലുകളെല്ലാം കൃത്യം പൊസിഷനിലായിരിക്കും. അത് 1 2 3 4 5 6 7 8 9 അങ്ങനെ അസെൻഡിങ് ഓർഡറിലായിട്ടുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൃത്യം അസെൻഡിങ് ഓർഡറിലേക്ക്. ഇനി ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ തന്നെ 3 ഡോട്ട്സ് നെക്കി സോർട്ട് ബൈ നെക്കണം. പിന്നെ ഈ സോർട്ട് ബൈ നെയിം എന്നുള്ള രീതിയിനകത്ത് ആക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഡിസെക്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ഓപ്ഷൻസ് ഉണ്ടാകും. ആ രീതിയിനകത്ത് നെക്ക് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ജസ്റ്റ് റിവേഴ്സ് ആവും. അതേപോലെയൊക്കെ എങ്ങനെയെങ്കിലും ചെയ്ത് കറക്റ്റ് പൊസിഷൻ ആക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഓഡ് 1 ആ ഒരു ബ്രൗൺ കളറിനകത്ത് കാണുന്ന ആ ഒരു ഫയൽ നമ്പർ 1 അത് നെക്കണം. എന്നിട്ട് ഇത് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നെക്കുക. ഇത് നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ ഒരു പ്രൊസസ്സർ എന്ന് വെച്ചാൽ നിങ്ങളുടെ CPU ആണ്. അതിൻ്റെ സ്പീഡ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഫയൽ സൈസ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കുറച്ച് ടൈം എടുക്കാൻ പോകും. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ പുതിയൊരു ഫയൽ തന്നിട്ടുണ്ട്, Cyberhunter ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫയലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫയലുകൾ കളയാവുന്നതാണ്. ഈ ഒരു ഫോൾഡർ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും ആവശ്യമുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ആ Cyberhunter ഫയൽ നിൽക്കുക. അത് ഫസ്റ്റ് നമ്മൾ APK ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് APK എന്നുള്ള ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ APK നിൽക്കി ഇവിടെ ഉണ്ടാവും Cyberhunter, ജസ്റ്റ് ഇൻസ്റ്റാൾ നിൽക്കുക. പേജിങ് ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ പെർമിഷൻ കൊടുക്കാൻ ചെന്നിട്ടുണ്ടായിരിക്കാം. അത് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ നെക്കി ശരി പെർമിഷൻസ് ചോദിക്കുന്നതാണ്. ഇൻസ്റ്റാളേഷൻ നിങ്ങളുടെ പ്രോസസ്സർ സ്പീഡ് അനുസരിച്ച്. ഇത് ഞാനിപ്പോൾ ഒരു പഴയ ഫോണിലാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ അത്രയും പഴയതല്ല, എൻ്റെ ഫോണിലല്ല ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടി മറ്റൊരു ഫോണിലാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നറിയാൻ. അതിനുശേഷം ഡൺ നെക്കുക, ഓപ്പൺ നെക്കരുത്. പിന്നീട് നമ്മൾക്ക് OBB ഫയൽ നെക്കുക. ഈ com.netgears എന്നൊക്കെ പറഞ്ഞൊരു ഫയൽ ഉണ്ടാകും. ഈ ഒരു ഫോൾഡർ അങ്ങനെ തന്നെ എടുത്തിട്ട് കട്ട് നെക്കി പൊക്കത്തുള്ള ഓപ്ഷൻ നിൽക്കുക. ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് OBB ഫോൾഡർ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇനി കീപ് ദ സ്ക്രീൻ ടേൺ ഓൺ നിൽക്കുക. ഇത് കുറച്ച് ടൈം എടുക്കാറുണ്ട് കേട്ടോ. ഇത് ചില ഡിവൈസുകൾ പെട്ടെന്ന് ചില സ്ഥലത്ത് ബഗ് കാരണം 50% അങ്ങനെ കട്ടായിരുന്നു. ഈ ഡിവൈസിനകത്ത് ബഗ് കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. ക്ഷമിക്കുക, എൻ്റെ ഡിവൈസ് അല്ല പോകുന്നത്. ആ ഫയൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങളുടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് ടൈം ലോഞ്ച് എന്ന് പറയുന്നത് എക്സ്ട്രാ ഹെൽത്ത് ഉണ്ടാവും. അത് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നത് പെട്ടെന്ന് ആവണ ഒരു പ്രോസസ്സാണ്. അത് അധികം ടൈം എടുക്കില്ല. പിന്നീട് ജസ്റ്റ് ഗെയിം ക്ലോസ് ആവും. ഇപ്പോൾ ഗെയിം ക്ലോസ് ആയിട്ട് അതിനുശേഷം ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. 2-4 ക്ലോസ് ആവുമത്, അത് കുഴപ്പമില്ല. അത് അതിൻ്റെ പ്രൊസീജിയറാണത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സോൾ ഓഫ് ഫൈറ്റേഴ്സ് എന്ന് കാണിക്കണം. ഇനി ഈ ലോഡിങ് സീൻ നിങ്ങൾ എന്തായാലും അത് ഓക്കെയാണ്. പിന്നെ ഗ്രാൻഡ് പെർമിഷൻ ഒക്കെ ഇവിടെ സ്റ്റോറേജ് ആക്സസ് കൊടുക്കണം. പിന്നെ അലൗ നിൽക്കുക. അതിന് ഇവിടെ കൺഫേം ഓപ്ഷൻ ഉണ്ടാവും നിൽക്കുക.
അത് അപ്ഡേറ്റിന് കീയാണ്. ആക്ച്വലി ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറായപ്പോഴാണ് ഇത് ചെയ്യണം. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ എന്തായാലും നിൽക്കണമെന്ന് ഉറപ്പായിട്ടും. ശേഷം പിന്നെയും കൺഫേം നിൽക്കുക. അപ്പോൾ അത് ഹോം സ്ക്രീനിലോട് തിരിച്ചു തരും. പിന്നെയും ഗെയിം ഓപ്പൺ ചെയ്യുക. അതേപോലെ ഈ ചെറിയ ലോഡിങ് സീനുണ്ടാവും. കുറച്ച് ടൈം എടുക്കും ഇത് ലോഡാകാൻ. ഇതവണ ഇത് എല്ലാ തവണ നിങ്ങൾക്ക് ലോഡാകാൻ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട. അതിന് വേണ്ടി മാത്രമാണ് ഇത്രയും പ്രൊസീജിയർ ഉള്ളത്. അപ്പോൾ പിന്നെ ഈ ചെക്ക് അല്ലാണ്ടുള്ളത് അത് കുറച്ച് ടൈം എടുക്കുന്നതാണ് നിങ്ങൾക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം അപ്ഡേറ്റിന് ശേഷം എന്താ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ലോഡിങ് സീൻ എന്തായാലും നിങ്ങൾക്ക് ഇതേപടി ഇങ്ങനെ കിട്ടാൻ പോകുകയാണ് എന്തായാലും. പക്ഷെ ഇത്ര തവണ ക്ലോസ് ആകത്തൊന്നുമില്ല. അത് ആ കാര്യത്തിൽ വഴിയുണ്ട്. ലോഡിങ് കഴിയാറായിട്ടുണ്ട്. ലോഡിങ് 100% ആകുമ്പോൾ ഓക്കെ ഞങ്ങൾക്കൊരു 64 MB 68 MB എത്ര ഉള്ളൊരു ഫയൽ നിങ്ങൾ കാണുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതൊരു അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. നിങ്ങൾക്ക് സൈബർ ഹണ്ടറിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്ലേ സ്റ്റോറിനകത്ത് ഫേക്ക് അക്കൗണ്ടിനൊക്കെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ജസ്റ്റ് അങ്ങോട്ട് സൈബർ ഹണ്ടർ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇന്ന് ജൂലൈ 28 ആണ്. ഇന്നത്തെ ദിവസമാണ് സൈബർ ഹണ്ടറിന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഗെയിം മാത്രം ഓപ്പൺ ചെയ്യും. ഗെയിം സ്വയം അങ്ങോട്ട് അപ്ഡേറ്റ് നടത്തിക്കോളും. ഇതൊക്കെ ടൈം എടുക്കാം. ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് പ്രോസസ് അതിന് 44.9 ഇതിന് അപ്ഡേറ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഇതിന് മുമ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഇത് വരത്തുള്ളൂ. നിങ്ങൾക്ക് ഒന്നുകൂടി കാണിക്കുന്നു. നമ്മൾക്കിപ്പോൾ കാണാം ഈ അപ്ഡേറ്റ് ഓൾമോസ്റ്റ് വേണ്ടി ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചേർന്നത് ഈ ഫുൾ പാക്കേജ് ഡൗൺലോഡ് ചെയ്യുന്നവരെ. ഇന്നാണ് അപ്ഡേറ്റ് വന്നിരിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആപ്പ് അപ്ഡേറ്റ്സ് എല്ലാം ഇൻ ഗെയിം തന്നെയാണ് പറയുന്നത്. പ്ലേ സ്റ്റോറിലൊന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക്. ഇനി അഥവാ എങ്ങാനും വന്നെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വീഡിയോ കൂടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ന്യൂ ലെജൻഡീസ് കമ്മിങ് സൂൺ എന്നുള്ളത് തന്നെ എഴുതി കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഗെയിം ഓപ്പൺ ആവണമെന്ന്. നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ലോബിയിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയെന്നാണ്. ഇത്ര ഉണ്ടാകുമ്പോൾ ഇന്നത്തെ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഗെയിമിനകത്ത് അധികം ആളുകളില്ല. അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും കൂടുതലുണ്ടായിരുന്നെങ്കിൽ കളിക്കാൻ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നേനെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്